HTCയുടെ HTC Wildfire E4 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. HTC ഇപ്പം വല്ലപ്പോഴാണ് ഒരു ഫോണൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഫോണുമായിട്ട് HTCക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTC Wildfire E4 Plus എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ HTC Wildfire E4 Plusൽ 6.74 HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, പക്ഷേ വില 9700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെ എന്ന് പറയാവുന്നതാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ തന്നെ വെച്ചേ വരുന്നുള്ളൂ. ഇപ്പം HD റെസൊല്യൂഷൻ മാത്രം കൊടുത്ത സ്ഥിതിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ കൊടുക്കായിരുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.4 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 9700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് 6000-7000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കായിരുന്നു. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്, ഇതിൽ അതില്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെ എന്ന് പറയാം. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ഇപ്പം ആൻഡ്രോയിഡ് 16 ഒക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് അവർ ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ കൊടുക്കായിരുന്നു, ഇവൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ് എന്നുണ്ടെങ്കിലും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് 0.3 MP ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിൽ 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ വരുന്നുള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിവിടെ വരുന്നില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ തായ്ലാൻഡിലൊക്കെയാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തായ്ലാൻഡിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 9700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് അല്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചോൾ ഡിസൈനെങ്കിലും കൊടുക്കായിരുന്നു, അത് മിസ്സിംഗ് ആണ്. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുമ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് കൊടുക്കായിരുന്നു. ആ ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുക്കായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ HTC ചില മാർക്കറ്റുകളിൽ മാത്രമാണ് അവരുടെ ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോഴേ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യുള്ളൂ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പം ഈ ഒരു പ്രൈസിങ്ങിലൊക്കെ തന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യുക. അവർ വളരെ നല്ലൊരു പ്രൈസിങ്ങിൽ ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. പക്ഷേ ശരിക്കും ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6000 മാക്സിമം 7000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള ഫോണുകളൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ HTCയുടെ തിരിച്ചുവരവ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചും കൂടിയൊക്കെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ അവർ ഫോൺ ഇറക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും HTCയുടെ Wildfire E4 Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അഥവാ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.